നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിൽ IRGC എന്ന പേര് നിരന്തരം ഉയർന്നു കേൾക്കാറുണ്ട്. ഇറാനിന് പുറത്തുള്ള പലർക്കും ഇതൊരു സാധാരണ സൈനിക വിഭാഗം മാത്രമാണെന്ന് തോന്നാം. എന്നാൽ ഇത് അതിലും വലിയൊരു ശക്തിയാണ്. ഇറാനിൽ രണ്ട് പ്രധാന സായുധ സേനകളാണുള്ളത്. ഒന്ന് ആർട്ടേഷ് എന്നറിയപ്പെടുന്ന ഔദ്യോഗിക സൈന്യം, മറ്റൊന്ന് 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം രൂപീകൃതമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ്. ഇവർ വ്യത്യസ്ത യൂണിഫോമുകളാണ് ധരിക്കുന്നത്, വ്യത്യസ്ത നേതൃത്വത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്, വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നമ്മൾ 1979 തിരികെ പോകേണ്ടതുണ്ട്. ഷാ മുഹമ്മദ് റസ പഹ്ലവി പുറത്താക്കപ്പെട്ടപ്പോൾ ഇറാനിലെ പുതിയ ഭരണാധികാരികൾക്ക് നിലവിലുണ്ടായിരുന്ന സൈന്യത്തെ പൂർണ്ണമായി വിശ്വാസമുണ്ടായിരുന്നില്ല. രാജഭരണത്തെ സേവിച്ചിരുന്ന ആ ഔദ്യോഗിക സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ പാശ്ചാത്യ സഖ്യകക്ഷികളോടൊപ്പമാണ് പരിശീലനം നേടിയിരുന്നത്. ആ നിർണായക ഘട്ടത്തിൽ പാരമ്പര്യത്തെക്കാൾ ഉപരിയായി വിശ്വസ്തതയ്ക്കായിരുന്നു പ്രാധാന്യം. ആയത്തുള്ള റൂഹുള്ള ഖമേനിക്കും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾക്കും അതിർത്തികൾ സംരക്ഷിക്കുന്നതിനപ്പുറം വിപ്ലവത്തെ തന്നെ സംരക്ഷിക്കാൻ വിശ്വസ്തരായ ഒരു സേനയെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് IRGC രൂപീകരിക്കപ്പെടുന്നത്. തുടക്കത്തിൽ ഇതൊരു ചെറിയ ആശയപരമായ കാവൽപ്പട മാത്രമായിരുന്നു. എന്നാൽ 1980-കളിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തോടെ കാര്യങ്ങളാകെ മാറി. ആ യുദ്ധം ഈ സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കുകയായിരുന്നു. അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഒടുവിൽ പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രധാന തൂണുകളിലൊന്നായി ഇതിനെ മാറ്റുകയും ചെയ്തു. ഇറാനിലെ ഔദ്യോഗിക സൈന്യമായ ആർട്ടേഷ് ഇപ്പോഴും നിലവിലുണ്ട്. മറ്റെവിടെയുമുള്ള പരമ്പരാഗത സൈനിക വിഭാഗങ്ങളെ പോലെയാണ് ആർട്ടേഷ് പ്രവർത്തിക്കുന്നത്. ഇറാനിലെ കര, വ്യോമ, ജല അതിർത്തികൾ സംരക്ഷിക്കുക എന്നത് ഇവരുടെ ചുമതലയാണ്. എന്നാൽ IRGCയുടെ ദൗത്യം ഇതിനേക്കാൾ വിപുലമാണ്. ഇസ്ലാമിക വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ പ്രാഥമിക കടമ. ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നതും ഇവരാണ്. രാജ്യത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഖുദ്സ് ഫോഴ്സിന്റെ നിയന്ത്രണവും IRGCയാണ്. കൂടാതെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന ബസിജ് എന്ന അർദ്ധ സൈനിക ശൃംഖലയും ഇവർ നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമാണ് IRGCയുടേത്. മറ്റു പല രാജ്യങ്ങളിലും ഭരണത്തലവൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കാലക്രമേണ നിർമ്മാണ മേഖല, ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ സാമ്പത്തിക താല്പര്യങ്ങൾ വളർത്തിക്കൊണ്ട് IRGC തങ്ങളുടെ സ്വാധീനം വിപുലീകരിച്ചിട്ടുണ്ട്. സൈനിക താവളങ്ങൾക്കപ്പുറത്തേക്ക് അവരുടെ സ്വാധീനം അങ്ങനെ നീണ്ടുകിടക്കുകയാണ്. മേഖലയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ IRGC പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. മിസൈൽ പരീക്ഷണങ്ങളായാലും, ഗൾഫ് മേഖലയിലെ നാവിക പെട്രോളിംഗ് ആയാലും, വിദേശത്തുള്ള സഖ്യകക്ഷികൾക്കുള്ള പിന്തുണയായാലും മധ്യേഷ്യയിൽ ഇറാൻ കൈക്കൊള്ളുന്ന നിലപാടുകളെ രൂപപ്പെടുത്തുന്നത് ഇവരാണ്. ആർട്ടേഷ് അഥവാ ഔദ്യോഗിക സൈന്യം രാജ്യത്തെ കാക്കുമ്പോൾ IRGC ഇത്തരം തങ്ങളുടെ ദൗത്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇറാനിലെ സൈനിക ഘടന പുറത്തു നിന്നുള്ളവർക്ക് അസാധാരണമായി തോന്നുന്നതിൻ്റെ കാരണം ഈ ഒരു വേർതിരിവാണ്. ഈ സങ്കീർണമായ സംവിധാനത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ മാത്രമേ സമകാലിക സംഭവങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ നടത്തുന്ന പല നീക്കങ്ങൾക്ക് പിന്നിലും ഒരു ദേശീയ സൈന്യം മാത്രമല്ല ഉള്ളത്. ഭൂപ്രദേശത്തെ പോലെ തന്നെ ആ ആശയത്തെയും സംരക്ഷിക്കാൻ കെട്ടിപ്പടുത്ത ഒരു സേന കൂടി അങ്ങനെ അവിടെ ഉണ്ട്. ആർട്ടേഷും IRGCയും തമ്മിലുള്ള ഗുരുതരമായ ഭിന്നിപ്പിന്റെ വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ ബജറ്റിന്റെ സിംഹഭാഗവും ലഭിക്കുന്നത് IRGCക്കാണ്. അത്യാധുനിക മിസൈലുകൾ, ഡ്രോണുകൾ, മികച്ച സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം IRGCക്ക് കിട്ടുമ്പോൾ ആർട്ടേഷിന് ആകട്ടെ പലപ്പോഴും പഴയകാല ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഈ വിവേചനം ആർട്ടേഷ് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കാറുണ്ട്. IRGCക്ക് രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ സ്വാധീനമുണ്ട്. എന്നാൽ ആർട്ടേഷ് തികച്ചും പ്രൊഫഷണലായ സൈന്യമായി നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. ഭരണകൂടം തങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസം IRGCയിൽ അർപ്പിക്കുന്നതും ഇവരെ പ്രകോപിപ്പിക്കാറുണ്ട്. ഖമേനി വധത്തിനു ശേഷം ഇരു സൈനികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമേനിയുടെ സുരക്ഷാ ചുമതല IRGCക്കായിരുന്നു. ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചത് അവരുടെ പരാജയമാണെന്നും ഇവർ ആരോപിക്കുന്നു. ഖമേനിയുടെ വധത്തിനു ശേഷം മൊജ്തബ അധികാരം ഏറ്റെടുത്തപ്പോൾ ആർട്ടേഷിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ നിസ്സംഗത പാലിച്ചതും ഏറെ ശ്രദ്ധേയമായിരുന്നു. IRGCയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ ആർട്ടേഷ് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണിതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നത്. ഈ രണ്ട് സേനകളും തമ്മിലുള്ള ഐക്യമില്ലായ്മ ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്നും പല നിരീക്ഷകരും കരുതുന്നു.